ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു നുള്ള് എള്ളു മതി ശത്രുദോഷങ്ങൾ വന്ന വഴിയെ തിരിച്ചുവിടാം എന്നുള്ളതാണ്. ഒരു നുള്ള് എള്ളുകൊണ്ട് ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. എത്ര വലിയ ശത്രുദോഷങ്ങളാണെങ്കിലും സമയദോഷങ്ങളാണെങ്കിലും വന്ന വഴിയെ തിരിച്ചു പോകും. അങ്ങനെയുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ ധനതടസ്സം മാറും. അതുപോലെ ശത്രു വിജയങ്ങളുണ്ടാകും, ശത്രുക്കളുടെ മേൽ വിജയങ്ങളുണ്ടാകും, ശത്രുദോഷങ്ങൾ വന്ന പോലെ തിരിച്ചു പോകും. പിന്നെ കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും, അലസത, എന്തു ചെയ്തിട്ടും എന്നും ദുരിതങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടും. രാഹു ദോഷം കൊണ്ടുള്ള കാര്യങ്ങൾ മാറിക്കിട്ടും. കേസ്, വഴക്ക്, ഇതുപോലെയുള്ള ഒരാവശ്യമില്ലാതെ ഉള്ള ചില കാര്യങ്ങളിൽ ചെന്ന് ചാടുക, അതുപോലെ തട്ടിപ്പുകളിൽ പോയി ചാടുക, സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടുക, മോശം ചില റിലേഷനിലേക്ക് വരിക, തെറ്റായ ചില കൂട്ടുകെട്ടുകളിലേക്ക് വരിക, നമുക്ക് ഗുണകരമല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. എന്ന് വേണ്ട, എവിടെ തട്ടിപ്പുണ്ടോ അവിടെ പോയി ചാടുന്ന ചില പ്രകൃതം ചിലർക്കുണ്ട്. പിന്നെ തീരാ കടബാധ്യതകൾ, ഇതൊക്കെ മാറിക്കിട്ടാനും ഈ ഒരു കാര്യം ഉപകരിക്കും. അപ്പം ഇത് നിങ്ങൾക്ക് ഏതൊരാൾക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. വീഡിയോ മുഴുവൻ കാണുക, തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. നല്ല കാര്യങ്ങളാണ് ചെയ്തു നോക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, അമ്മ പാർവ്വതീദേവിയുടെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, അഗസ്ത്യപാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, എനിക്ക് ശരിയെന്ന് തോന്നിയ, എനിക്ക് അനുഭവമുള്ള എല്ലാ നല്ല കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും പറഞ്ഞു തരികയാണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്ത് ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചകൾ ഉണ്ടാക്കുക. ഷെയർ ചെയ്ത് കൊടുക്കണ്ട. കാരണം ആവശ്യമുള്ളവർ കണ്ടോളൂ. നമ്മളിപ്പോൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും ചിലപ്പോൾ അവർക്ക് കാണണമെന്നില്ല, അവർക്കത് പുച്ഛമായിരിക്കും. കാരണം ചില കാര്യങ്ങൾ കണ്ടെത്തുമ്പോഴാണ് ജീവിതം മാറുന്നത്. നമുക്ക് വെറുതെ കിട്ടിയ അതിൻ്റെ വില അറിയാൻ പറ്റത്തില്ല. സമയമായി ഒരു ജീവിതം മാറാൻ സമയമായ ഒരു വീഡിയോ കാണും, അത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് കാണും. അല്ലാത്തവർ അത് നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർ കാണണമെന്നില്ല. അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ ഞാൻ വാട്സപ്പ് വഴി മാത്രമാണ് കൺസൾട്ടിങ് നടത്തുന്നത്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. കാരണം വാട്സപ്പ് വഴി തന്നെയുള്ള കൺസൾട്ടിങ് സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെ നോക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവരുടെയും നോക്കാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജ് ആവുന്നോണ്ടിരിക്കും. പറ്റുന്നവരുടെ റിപ്ലൈ കൊടുക്കും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാറുള്ളൂ. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെയാണ് നല്ല കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറയും. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ധൃതി വെച്ചിട്ട് കാര്യമില്ല. മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ എന്നാലാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും നോക്കി പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ രീതി. ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ഒരാൾ ഉയർച്ചയ്ക്ക് വേണ്ട നല്ല കാര്യങ്ങൾ എവറിത്തിങ് അതിലുണ്ടാകും. പിന്നെ ഇതാണ് സാഹചര്യം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. എല്ലാം ശിവപാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് എനിക്ക് ബോധ്യമുള്ള അനുഭവമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവോഹം. ഞാൻ ഇനി വിശദമായിട്ട് പറഞ്ഞുതരാം ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു നുള്ള് എള്ളെടുക്കുക. കേട്ടോ, എള്ള് തന്നെയാണ്. ഒരു നുള്ള് എള്ള് എടുത്ത്, ഒരു നുള്ള് മതി എള്ളെടുത്ത് ഒരു വെള്ള തുണിക്കകത്ത് കിഴി കെട്ടണം. ചെറിയ കിഴി മതി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ കിഴിയൊന്നും വേണ്ട. ഒരു നുള്ള് എള്ളെടുക്കുക. എന്നിട്ടൊരു ചെറിയ വെള്ള തുണി എടുത്ത് ആ വെള്ള തുണിയുടെ ആ തുണി കൊണ്ട് തന്നെ കെട്ടുകയും വേണം. കിഴി കെട്ടുക. കിഴി കെട്ടി നിങ്ങൾ അതല്പം നെയ്ക്കകത്ത് മുക്കണം. നെയ്ക്കകത്ത് മുക്കി ഒരു തട്ടം വെച്ച് ആ തട്ടത്തിൽ വെച്ച് അത് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തിരിയേന്ന് കത്തിക്കണം. നിങ്ങളൊരു തിരി എടുത്ത് ആ നെയ്യ് മുക്കി കത്തിച്ചിട്ട് ആ തിരിയേന്ന് കത്തിക്കണം. എന്നിട്ട് ഈ തിരി നിങ്ങൾക്ക് നമ്മൾ പിന്നെ വിളക്കിലെ തിരി നമ്മൾ കുറേ എടുത്തിട്ട് ഒരു പാത്രത്തിനകത്തിട്ട് കർപ്പൂരം ഇട്ട് കത്തിച്ച് കളയുമല്ലോ, അതുപോലെ കത്തിച്ച് കളയാം. അല്ല അവിടെ ഇവിടെ എറിയരുത്. അപ്പോൾ ഒരു തിരി കൊണ്ട് കത്തിക്കണം. അവിടെ
ഒരല്പം എള്ളെടുത്ത് ചെറുതായിട്ട് ഒരു വെള്ള തുണിയിൽ കിഴി കെട്ടി, അല്പം മതി എള്ളു കേട്ടോ, വീണ്ടും പറയുന്നത് വലിയ കിഴിയൊന്നും വേണ്ട, ചെറിയ പേരിനൊരു ചെറിയ കിഴി മതി. ഒരല്പം വെള്ളത്തുണി എടുത്ത് അതിൻ്റെ ആ തുരുന്നുള്ള എള്ള് വെച്ച് ആ വെള്ളത്തുണിയുടെ തന്നെ തുണി കൊണ്ടുവന്ന് കെട്ടി ചെറിയ കിഴി കെട്ടി ഒരു തട്ടം മേടിക്കണം. ആ തട്ടത്തിൽ വെച്ച് അപ്പോൾ ആ കിഴി നെയ്യിലൊന്ന് മുക്കണം. മുക്കിയിട്ട് തട്ടത്തിൽ വെച്ച് ഒരു ചെറിയ ഒരു ചെറുത് വലുതായിക്കോട്ടെ ഒരു തിരി നെയ്യ് മുക്കി ആ തിരി കൊണ്ട് ഈ എള്ള് കിഴി കത്തിക്കുക. കത്തിച്ചിട്ട് ആ തിരി കെടുത്തിട്ട് മാറ്റി വെക്കാം. അത് നമുക്ക് വിളക്കിൻ്റെ തിരി എല്ലാം കൂടെ നമ്മൾ കത്തിച്ച് കളയുമല്ലോ, ആ കൂട്ടത്തിൽ ഇട്ട് കത്തിച്ച് കളയാം പാത്രത്തിലിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ എള്ള് കിഴി കത്തുമ്പോൾ ആ എള്ള് കിഴി നിങ്ങൾ കിഴക്കോട്ട് കാലും കൈയും മുഖം കഴുകിയിട്ട് വേണം അത് ചെയ്യാൻ. നിങ്ങൾ കിഴക്കോട്ട് നിൽക്കണം. കിഴക്കോട്ട് നിന്ന് തട്ടത്തിൽ ഈ എള്ളുകിഴി വെച്ച് അത് കത്തിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആ എള്ളുതിരി മുഴുവൻ കത്തി തീരണം. അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് മതിയെന്ന്, പേരിന് മതിയെന്ന്. അത് കത്തുമ്പോൾ ആ കത്തുന്ന എള്ളുതിരിയെ നോക്കി, എള്ളുതിരി അല്ല എള്ളു കിഴി കേട്ടോ, ആ എള്ളു കിഴിയെ നോക്കി ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ എന്ന് ജപിക്കുക. ഓം ചേർക്കാവ്. ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ എന്ന് ജപിക്കുക. ഇത് അങ്ങനെ ആ എള്ളുകിഴി മുഴുവൻ കത്തിത്തീരുന്ന അത്രയും സമയവും ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ എന്ന് വാഗോണ്ട് ജപിക്കുക. ആ എള്ളുകിഴി കത്തുന്നതിനെ മാത്രം നോക്കി ഒരു ചിന്തയുമില്ലാതെ. അതുകൊണ്ട് ചെറിയ എള്ളുകിഴി മതിയെന്ന് പറഞ്ഞു, പെട്ടെന്ന് കത്തി തീർന്നോളൂ. ചെറുത് മതി, തീരെ ചെറിയ മതി കേട്ടോ, പെട്ടെന്ന് കത്തി തീരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 6:30 മുമ്പ് ഇരുട്ടുള്ള സമയത്ത് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അതായത് നമ്മുടെ ചുറ്റും നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് വെളിയിൽ ഇരുട്ടുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് ചെയ്യുന്ന നല്ലതാണ്, പെട്ടെന്ന് ഫലം ഉണ്ടാകും. 6:30 മുമ്പ് എപ്പം വേണേലും ചെയ്യാം. പക്ഷേ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പം നമുക്ക് ചുറ്റും ആ വീടിന് ചുറ്റുമൊക്കെ ഇരുട്ടുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് ചെയ്താൽ കൂടുതൽ ഫലമാണ്. ഇതെവിടെ നിന്നുകൊണ്ട് വേണേലും ചെയ്യാം. നിങ്ങളുടെ റൂമിൽ നിന്നോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്നോ ഒക്കെ ചെയ്യാം. ഇത് വിളക്ക് കത്തിക്കുന്നിടത്ത് ചെയ്താലും നല്ലതാണ്. വിളക്ക് കത്തിക്കുന്നിടത്താകുമ്പോൾ ആരും മറ്റുള്ളവർ കിടന്നുറങ്ങുമ്പോൾ ആർക്കും ശല്യമില്ലാതെ നമ്മൾ വിളക്ക് കത്തിക്കുന്നിടത്ത് ചെയ്താൽ മതി, നല്ലതാണ്. അല്ലെ ഹാളിൽ നിന്ന് ചെയ്യാം. ഇത് ലൈറ്റൊന്നും വരണമെന്നില്ല, നിങ്ങൾ അത്യാവശ്യത്തിൻ്റെ ഒരു വെട്ടം വേണം എന്നുള്ളതേ ഉള്ളൂ. മറ്റാർക്കും ശല്യമാകാത്ത രീതിയിൽ ചെയ്യുക. ഇനിയിപ്പം ചെറിയൊരു ലൈറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ തിരി എള്ള് കിഴി കത്തുമ്പോൾ അത്രയും സമയമെങ്കിലും നമ്മൾ ഒരു ലൈറ്റിൻ്റെ ഓഫ് ചെയ്ത് ഇതേ മാത്രം ശ്രദ്ധിക്കണം. പിന്നെ കയ്യിലൊരു മൊബൈലിൻ്റെ വെട്ടമൊക്കെ കരുതിയാലും മതി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മൊബൈലിൻ്റെ വെട്ടം ഓണാക്കിയാൽ മതി. അപ്പോൾ സൗകര്യം പോലെ ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കഴിവതും ആരും കാണാതെ ചെയ്താൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും. ഇനിയിപ്പോൾ അതല്ല, ആരെങ്കിലും കണ്ടാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാണാതെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടാലോ അറിഞ്ഞാലോ ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ കാണാതെ ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ്. കണ്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് നമ്മളെ ചുറ്റും ഇരുട്ടുള്ള സമയത്ത് ചെയ്യുക. ഇത് പെട്ടെന്ന് തീരും. ഇപ്പം ചെറിയൊരു എള്ളുകിഴിയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കത്തി തീരും. ചെറിയ ഒരു പേരിന് ഒരു പിഞ്ച് ഒരു അല്പം എള്ളു മതി. പറയാൻ മനസ്സിലായോ? അപ്പോൾ പെട്ടെന്ന് തീർന്നോളൂ. ഇനി ഇതിപ്പം ചെയ്യുന്ന പോലും ആരും അറിയണമെന്നില്ല. ഇനി അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം പറയുമായിരുന്നു. നമ്മളൊരു വിദ്യ ചെയ്യുമ്പോൾ അത് കഴിവതും ആ വിദ്യ ചെയ്യുന്നത് മറ്റുള്ളവർ കാണാതെ അറിയാതെ ചെയ്താൽ അത് മനസ്സിനൊരു അടക്കം ഉണ്ടാകും. പിന്നെ ഈ വിദ്യയെക്കുറിച്ച് നമ്മൾ പിന്നെ ചിന്തിക്കുകയും ചെയ്യരുത്. അപ്പോഴത് നമ്മുടെ മനസ്സിലേക്ക് ആ വിദ്യയുടെ ആ ഒരു ബോധം കൂടുതലായിട്ടുണ്ടായി നമുക്ക് മനസ്സടക്കം ഉണ്ടായിട്ട് ആ വിദ്യയുടെ റിസൾട്ട് കിട്ടും. ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പോൾ ഇത് ഇനി ആരെങ്കിലും കണ്ടാലോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഒന്നും കാണാതെ നമ്മൾക്കൊരു മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ആരോടും പറയുകയും വേണ്ട, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. ഇനിയിപ്പോൾ പറഞ്ഞാലോ കണ്ടാലോ ഒന്നും കുഴപ്പമില്ല, അതിൻ്റെ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഫലമായിട്ട് കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുക. ഇതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ധനതടസ്സം മാറും.
ശത്രു ദോഷങ്ങൾ വന്ന വഴിയെ തിരിച്ചു പോകും. ഇങ്ങോട്ട് എങ്ങനെ വന്നോ അവിടോട്ട് തന്നെ തിരിച്ചു പോകും. എവിടുന്ന് വന്നോ അവിടോട്ട് തന്നെ തിരിച്ചു പോകും. കാര്യതടസ്സങ്ങൾ മാറും. അതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? ദുർഗയുടെ മന്ത്രം ഇത്. ഓം ചേർക്കാതെ ജപിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അത് കാര്യമുണ്ട്. ഇത് ഈ വിദ്യ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്താൽ മതി. ചില വിദ്യകൾക്ക് ചില രീതിയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അവർക്ക് അതിൻ്റെ ആ ഒരു ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോന്നിനും ഓരോ രീതിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഇതിങ്ങനെ ചെയ്താൽ മതി. അപ്പം കാര്യതടസ്സം മാറും. ദുർഗ എന്ന് പറഞ്ഞാൽ, ദുർഗം എന്ന് വെച്ചാൽ കോട്ട എന്നാണ്. കോട്ട പോലെ നമ്മളെ സംരക്ഷിക്കുന്ന ശക്തിയാണ് ദുർഗ. ദുർഗേ ദുർഗേ രക്ഷിണി സ്വാഹ എന്നാണ് പറയുന്നത്. അപ്പം ദുർഗേ എന്നെ രക്ഷിക്കണേ, ദുർഗേ ദുർഗേ 2 പ്രാവശ്യം പറയണം. ദുർഗേ ദുർഗേ രക്ഷിണി സ്വാഹ, എന്നെ രക്ഷിക്കുന്നവളാണ് ദുർഗ. അപ്പോൾ നമുക്ക് അമ്മ സഹായമായിട്ട് രക്ഷയ്ക്ക് വന്നു കഴിയുമ്പോൾ ഏത് ശത്രുദോഷം വന്നാലും വന്ന വഴിയെ തിരിച്ചു പോകും. പിന്നെ നമുക്കൊരു കർമ്മ ദോഷങ്ങളെ, കർമ്മ തടസ്സങ്ങളെ അതിജീവിച്ച് വിജയത്തിലേക്ക് എത്താൻ പറ്റും. കാരണം ഞാൻ ഈ ദുർഗയുടെ പല വിദ്യകളും പറഞ്ഞു കൊടുത്ത് നിരവധി ആളുകൾക്ക് നടക്കാത്ത പല കാര്യങ്ങളും നടന്നു കിട്ടിയിട്ടുണ്ട്, പല വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഫലം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്ത് ഫലം ഉണ്ടായിട്ടുണ്ട്. അപ്പം ധനതടസ്സം മാറും. അതുപോലെ തന്നെ ദുരിതങ്ങളെ, കഷ്ടകാലങ്ങൾ, അതുകൊണ്ടാണ് ശനിയാഴ്ചയും കൂടെ ചെയ്യാൻ പറഞ്ഞു. വെള്ളി ഐശ്വര്യം ഉണ്ടാകും, ശനിയാഴ്ച ദുരിതം മാറും, ചൊവ്വാഴ്ച പെട്ടെന്ന് മാറ്റം വരും. അങ്ങനെയാണ്. അതാണ് ഈ 3 ദിവസങ്ങളുടെ രഹസ്യം. അപ്പം വളരെ കാലങ്ങളായിട്ടുള്ള ദുരിതങ്ങൾ, കഷ്ടകാലങ്ങൾ ഒക്കെ മാറിക്കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സമ്പത്തും ഐശ്വര്യവും ഏതൊരു കാര്യങ്ങളിൽ വിജയവും ഉണ്ടായി വരും. നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് തൊഴിലുയർച്ച, പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തൊഴിലുയർച്ച, സാമ്പത്തികം, പുതിയ വരുമാന മാർഗങ്ങൾ ഒക്കെ ഉണ്ടാകും. ദൃഷ്ടിദോഷം നിങ്ങളെ ബാധിക്കത്തില്ല. കാരണം ദുർഗ എന്ന് പറഞ്ഞാൽ അമ്മ, ആ പാർവതി ദേവിയുടെ തന്നെ, ആദിപരാശക്തിയുടെ ഏറ്റവും ശക്തമായ രൂപങ്ങളിലൊന്നാണ് ദുർഗ. അമ്മ സകല ദേവന്മാരും കൊടുത്ത ആയുധങ്ങൾ അമ്മയുടെ കയ്യിലുണ്ട്. അമ്മ സർവശക്തി സ്വരൂപിണിയാണ്. അമ്മയ്ക്ക് എന്തിനേയും തച്ചുടയ്ക്കാൻ പറ്റും. അപ്പം ഇത് ദുർഗയുടെ വിദ്യ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദുർഗയുടെ ശക്തി എന്താണ്. സർവ്വ വിജയങ്ങളുണ്ടാകും. ഇനിയും ആരും പറഞ്ഞുതരാത്തൊരു രഹസ്യം പറഞ്ഞുതരാം. പക്ഷേ ഇത് ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. മരുന്ന് കച്ചവടം ചെയ്യുന്നവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറ്, അതുപോലെ ഈ ആശുപത്രി ആശുപത്രി സ്വന്തമായിട്ട് ആശുപത്രി ഉള്ളവരെ, പിന്നെ ക്ലിനിക്ക് നടത്തുന്നവരെ, മെഡിക്കൽ സ്റ്റോർ നടത്തുന്നവരെ, പിന്നെ മെഡിസിനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഡോക്ടർമാർ, നഴ്സുമാർ, ലാബ്, ഈ മരുന്നുമായി ബന്ധപ്പെട്ടവർ ഈ ദുർഗയെ വിളിച്ചാൽ വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. അത് ആയുർവേദമാണേലും കൊള്ളാം, ഇംഗ്ലീഷ് മരുന്നുകളുമായി ബന്ധപ്പെട്ടവരാണേലും കൊള്ളാം. ഇതൊരു രഹസ്യമാണ്. ഇത് പലർക്കും അറിയാം. ഈ മരുന്നുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ളവർക്ക് ഇത് അറിയാം. അത് പ്രയോജനപ്പെടുത്തുന്നവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെട്ടോട്ടെന്ന് വിചാരിച്ചാൽ. എനിക്കറിയാം ബോംബെയിലൊക്കെ ഈ മെഡിസിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഒക്കെ ഉണ്ട്. നമ്മുടെ തന്നെ ഫോളോവേഴ്സുണ്ട്. അവരൊക്കെ വലിയ സാമ്പത്തികങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരുപാട് ബിസിനസ്സുകാർക്കും ഈ മെഡിക്കൽ സ്റ്റോറുകൾ ഇങ്ങനെയൊക്കെ നടത്തുന്നവർക്കും ഒക്കെ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സുണ്ട്. ആശുപത്രി ഉള്ളവരുണ്ട്, ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർ, അതുപോലെ ഏത് ബിസിനസ് ചെയ്യുന്നവർക്കും ദുർഗയുടെ അനുഗ്രഹം ഉപകരിക്കും. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഉപകരിക്കും. അതുപോലെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ദുർഗയുടെ അനുഗ്രഹം ഉപയോഗിക്കും. ഇപ്പം വക്കീലായിക്കോട്ടെ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാധാ തൊഴിലാളി ആയിക്കോട്ടെ, സാധാ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, തൊഴിൽ ഉയർച്ച, തൊഴിൽ അഭിവൃദ്ധി ഒക്കെ ദുർഗയുടെ അനുഗ്രഹം കൊണ്ടുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ സ്പോർട്സ് വിജയങ്ങളുണ്ടാകാൻ, പരീക്ഷയിൽ വിജയങ്ങളുണ്ടാകാൻ, അത് ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് എന്ത് ചെയ്തിട്ടും പരീക്ഷയിൽ വിജയിക്കാത്തവർക്ക് ദുർഗയുടെ വിദ്യ ഞാൻ പറഞ്ഞു കൊടുത്ത് വിജയിച്ചിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടും വിജയിക്കാത്ത ചില പാർട്ടികളുണ്ട്. ഇതൊക്കെ അനുഭവമാണ്.
അപ്പം പരീക്ഷയിൽ വിജയങ്ങൾ, ഇൻ്റർവ്യൂസിൽ വിജയങ്ങൾ, ഏത് കാര്യത്തിലും വിജയങ്ങൾ, തൊഴിലുയർച്ചകൾ, ഇതൊക്കെ ദുർഗയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടുമെന്നുള്ളതാണ്. അത്ഭുതകരമായ ഒരു കാര്യമാണത്. അതുപോലെ ഫിനാൻഷ്യൽ ബ്ലോക്ക്, സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും, വീട്ടിലെ കലഹങ്ങൾ മാറും, നമ്മളെ കാലാകാലങ്ങളായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ശാപദോഷങ്ങൾ മാറിപ്പോവും, ശാപദുരിതങ്ങൾ മാറിപ്പോവും. അതുപോലെ തന്നെ ദൃഷ്ടിദോഷം ബാധിക്കത്തില്ല, സമ്പത്തും ഐശ്വര്യവും ഒക്കെ വരും. മാത്രമല്ല രാഹുവിൻ്റെ ദോഷങ്ങൾ മാറിക്കിട്ടും. ചന്ദ്രൻ ജാതകത്തിൽ പിഴച്ചു നിൽക്കുന്നവർക്ക് അത്തരത്തിലുള്ള ദോഷങ്ങളും ദുർഗാപ്രീതി കൊണ്ട് മാറിക്കിട്ടും. പിന്നെ ദേവീപ്രീതി കൊണ്ട് ഈ ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും ഒക്കെ ദോഷങ്ങൾ മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ദേവീഭാവങ്ങളിൽ ഏറ്റവും പ്രധാനത്തിലൊന്ന് തന്നെയാണ് ദുർഗ. ഇനി രാഹു ചില ജാതകങ്ങളിൽ മോശമായിട്ട് നിന്നാൽ, എന്ന് വെച്ചാൽ ഗുണകരമല്ലാതെ നിന്നാൽ ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങളുണ്ട്. ആവശ്യമില്ലാതെ കേസിൽ പോയി ചാടും. അതുപോലെ തന്നെ വഴക്കുകളിൽ ആവശ്യമില്ലാതെ പോയി ചാടുക. അതുപോലെ സാമ്പത്തിക തട്ടിപ്പ് എവിടെ ഉണ്ടോ അവിടെ പോയി മുൻനിരയിൽ പോയി ചാടും. അതുപോലെ ആവശ്യമില്ലാത്ത ചില കൂട്ടുകെട്ട്, ആവശ്യമില്ലാത്ത ചില റിലേഷൻസ്, നമുക്ക് ഗുണകരമല്ലാത്ത ചില കാര്യങ്ങളെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പണം തട്ടിപ്പുകൾ. അതുപോലെ ഇപ്പം ചിലർക്ക് കേട്ടിട്ടില്ലേ, ഈ വിദേശത്ത് പോയി അവിടെ പെട്ടുപോയെന്ന് പറയുന്നത്, അന്യദേശവാസം കൊണ്ട് പെട്ട അവസ്ഥ ഉണ്ടാകുക എന്നു വേണ്ട. അതുപോലെ ചൂതുകളി, വ്യവഹാര പരാജയം, ഇതിലൊക്കെ ഈ രാഹു പിഴച്ചു നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകാം. അതായത് പല ഇതുപോലെ ആപത്തുകളിൽ പോയി ചാടാം. മോശം കൂട്ടുകെട്ടുകളെ, ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാരുടെ സ്വാധീനത്തിൽപ്പെടുക, ഇതൊക്കെ രാഹു പിഴച്ചു നിന്നാൽ ഉണ്ടാകാമെന്നുള്ളതാണ്. ഒരുപാട് കുട്ടികൾ രാഹു ദശയിലോ രാഹുവിൻ്റെ സ്വാപഹാരത്തിലോ തെറ്റായ ചില ബന്ധങ്ങളിലേക്ക് പോകുന്നതായിട്ട് ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ദുർഗാദേവിയെ വിളിക്കുന്നത് നല്ലതാണ്, ഭദ്രകാളിയെ വിളിക്കുന്നത് നല്ലതാണ്. അതൊക്കെ എനിക്കറിയാം, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്. അവരെല്ലാം ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഗുണം. അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർക്കെല്ലാം അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാം ദുർഗയുടെ കാര്യമാണ്. അപ്പം ദുർഗയ്ക്ക് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ചിലരുടെ ജാതകത്തിൽ ക്ഷീണിത ചന്ദ്രൻ. അപ്പോൾ അത് മനസ്സിനെ ബാധിക്കും, പ്രവൃത്തികളെ ബാധിക്കും, തൊഴിലിനെ ബാധിക്കും. അതിനൊക്കെ ദേവി ഉപാസന, അപ്പോൾ ദുർഗയുടെ ഈ മന്ത്രം തന്നെ പര്യാപ്തമാണ്. അതുപോലെ ചിലരുടെ ജാതകത്തിൽ ചന്ദ്രന് 2 പാപന്മാരുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടാകുക, ശുഭദൃഷ്ടി ഇല്ലാതെ വരിക, അതൊക്കെ സാമ്പത്തികമായ മനസ്സ് പോകുമ്പോൾ അവൻ ചെയ്യുന്ന തൊഴിലിൽ നിന്നും പരാജയം ഉണ്ടാകും. ആ തൊഴിലിൽ നിന്ന് പരാജയം ഉണ്ടാകുമ്പോഴാണ് സാമ്പത്തികമായ കടബാധ്യതകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ജീവിതം തകരുന്ന ചില അവസ്ഥകൾ, മാനസികമായ ഒരു ബലക്കുറവ്, മാനസികമായിട്ട് ഒരു ബുദ്ധിമോശങ്ങൾ കാണിക്കുക, ഇതൊക്കെ ചന്ദ്രസ്ഥിതി അനുകൂലമല്ലെങ്കിൽ ഉണ്ടാകാം. കാരണം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കാരകനാണ്. അപ്പോൾ ചന്ദ്രൻ മനസ്സ് പോയാൽ എല്ലാം പോയി, ചെയ്യുന്ന പ്രവൃത്തി, കുടുംബം, തൊഴിൽ എല്ലാം താറുമാറാകും. അപ്പോൾ അതൊക്കെ ദുർഗാ പ്രീതി കൊണ്ട് മാറുമെന്നുള്ളതാണ്. മാത്രമല്ല ചന്ദ്രസർപ്പയോഗമുള്ള ചില ഗ്രഹനിലകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഈ ആശയക്കുഴപ്പങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ചന്ദ്രസർപ്പയോഗം, ആ ചന്ദ്രനും സർപ്പനും നിൽക്കുന്ന രാശി ഒരു തരത്തിലും അനുകൂലമല്ലെങ്കിൽ, അതിൻ്റെ ശുഭദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ദോഷഫലം കുറഞ്ഞിരിക്കും. പിന്നെ ആ ഗ്രഹങ്ങളുടെ സ്ഥിതിയും കാര്യങ്ങളും എല്ലാം ആ രാശിയുമൊക്കെ കുറച്ചൊക്കെ ആനുകൂല്യം ഉണ്ടെങ്കിൽ ദോഷം കുറഞ്ഞിരിക്കും, ദോഷം ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഒരു തരത്തിൽ ആ നിൽക്കുന്ന രാശി കൊണ്ട് ഒരു ആനുകൂല്യമില്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രസർപ്പയോഗം ഉള്ളവർക്ക് വളഞ്ഞ വഴികൾ ചിന്തിക്കുക, മാനിപ്പുലേഷൻസ്, തെറ്റുകൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ സാഹചര്യങ്ങളുണ്ടാകാം. സാഹചര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങോട്ട് വരാം. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യും. പിന്നെ സാമ്പത്തിക നഷ്ടം, ചിലർക്ക് ബന്ധനം, കേസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ചന്ദ്രസർപ്പയോഗം അനുകൂലം, ആ രാശിയും അനുകൂലം അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ആശയക്കുഴപ്പങ്ങൾ കൊണ്ട്, മനസ്സിൻ്റെ ഒരു ചഞ്ചലത കൊണ്ട് ഇതുപോലുള്ള ചില ആപത്തുകളിൽ പോയി ചാടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ചില ചാടിയ ഗ്രഹനിലകളൊക്കെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്.
അവർക്ക് എൻ്റെ അറിവുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്കത് ഗുണവും ചെയ്തിട്ടുണ്ട്. ചൊവ്വ സർപ്പയോഗം സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടാക്കാം, വാഹന സംബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അനുകൂലമല്ലാതെ ജാതകത്തിൽ നിന്ന് കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ശുഭദൃഷ്ടിയൊന്നുമില്ലാതെ ഒരു തരത്തിലും ആനുകൂല്യമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ വാഹനങ്ങൾ ശ്രദ്ധിക്കണം. സാമ്പത്തികമായ ഭൂമി, സ്വത്ത്, ഇതൊക്കെ സംബന്ധമായിട്ട് കടബാധ്യതകൾ ഉണ്ടാകുക ഒക്കെ ഒരു അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകാം. അതുപോലെ ശുക്രസർപ്പയോഗവും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുന്നതാണ്. ഒരു തരത്തിലും അനുകൂലമല്ലാതെ ജാതകത്തിൽ നിന്ന് മറ്റ് ശുഭദൃഷ്ടിയോ ഒന്നും ഇല്ലെങ്കിൽ കൂടുതൽ ദോഷകരമായിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ രാഹുവിൻ്റെ ദശയും രാഹുവിൻ്റെ ദോഷങ്ങളും രാഹുവിൻ്റെ യോഗങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തെ ദോഷകരമായി, അതായത് ഒരു ജാതകത്തിൽ ഒരു തരത്തിലും അത് ഒരു ആനുകൂല്യമില്ലാത്ത, മറ്റ് ശുഭഗ്രഹങ്ങളുടെ ആനുകൂല്യമില്ലാത്ത ഒരു സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ ജീവിതം പിടിച്ചുലയ്ക്കും അല്ലെ താറുമാറാക്കാം. അപ്പോൾ അവിടെയൊക്കെ ദേവീപ്രീതിയാണ് പ്രധാനം. പ്രത്യേകിച്ച് ദുർഗയോ ഭദ്രകാളിയോ ഒക്കെ വിളിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഈ ദുർഗയ്ക്കുള്ള ഈ കാര്യം ചെയ്താൽ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാകും. ദുർഗയുടെ ഈ വിദ്യ ചെയ്താൽ സർവ്വ വിജയങ്ങളും ഉണ്ടായി വരും. എല്ലാവിധ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റും, കർമ്മദോഷങ്ങളെ മറികടക്കാൻ പറ്റും, കർമ്മ തടസ്സങ്ങളെ മറികടക്കാൻ പറ്റും, എല്ലാത്തിലും വിജയം ഉണ്ടാക്കാൻ പറ്റും. അത്ഭുതകരമായ വിദ്യയാണിത്. നിങ്ങളുടെ പല കർമ്മദോഷങ്ങളും മാറിക്കിട്ടും. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വിദ്യ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ദിവ്യ ജ്യോതി, ദിവ്യമായ പ്രകാശം, ചുവന്ന പ്രകാശം സങ്കല്പിക്കുക. അത് ദുർഗയാണെന്ന് വിചാരിച്ച് ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ എന്ന് മനസ്സുകൊണ്ട് ജപിക്കുക. ഇത് കുളി കഴിഞ്ഞ ഉടനെ ചെയ്യുക. നമ്മൾ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു ദിവസം പലതവണ ആവർത്തിക്കുക. ദുർഗ നിങ്ങൾക്ക് സഹായമായിട്ട് നിൽക്കും. ദുർഗയുടെ ശക്തി എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കും. വളരെ സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും വരുമാന മാർഗങ്ങളും സാമ്പത്തിക വിജയങ്ങളും ശത്രു വിജയങ്ങളും ദുർഗാദേവി നൽകും. ദേവി അനുഗ്രഹിച്ചാൽ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. അതിന് ആർക്കും തടസ്സം നിർമ്മിക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ ആർക്കും നിങ്ങളെ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ദുർഗാദേവിയുടെ കയ്യിൽ പല ദേവന്മാരും കൊടുത്ത വിശിഷ്ടമായ ആയുധങ്ങളോട് കൂടിയവളാണ് ദുർഗ. അമ്മയുടെ, ദേവിയുടെ ശക്തിയുടെ അതിപ്രധാനമായ ഒരു ഭാവം തന്നെയാണ് ദുർഗ. ആ ദുർഗയ്ക്ക് എതിരില്ല. ദുർഗ സർവശക്തി സ്വരൂപിണിയാണ്, സർവശക്തി സമന്വിതയാണ്. അപ്പോൾ അമ്മേ, നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി ഞാനീ പറഞ്ഞ ദിവ്യജ്യോതി എന്ന് പറഞ്ഞാൽ ചുവന്ന നിറത്തിലുള്ള ഒരു ദിവ്യപ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ, ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു പ്രകാശം, ഒരു ജ്യോതി, ഒരു ദീപനാളം ചുവന്ന നിറത്തിലുള്ള നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിക്കുക. അത് ദിവ്യമായ ഒരു പ്രകാശമാണെന്ന് സങ്കല്പിക്കുക. അതാണ് ദിവ്യജ്യോതി. ചുവന്ന നിറമായിരിക്കണം. അത് ദുർഗയാണെന്ന് സങ്കല്പിക്കുക. ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ജപിക്കുക. രാവിലെ കുളി കഴിഞ്ഞ് ഒരു 3 തവണ ജപിക്കുക, അല്ലെങ്കിൽ 1 തവണ ജപിക്കുക. ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴൊക്കെ ഇത് ചെയ്യുക. സർവ്വ വിജയങ്ങളും ഉണ്ടായി വരും, സർവ്വ ദോഷങ്ങളും മാറും. ഇത് നിങ്ങൾ ചെയ്യുക. ഏതൊരാളുടെ ജീവിതം അടിമുടി മാറ്റുന്ന കാര്യമാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ശിവപാദത്തിൽ സമർപ്പിക്കുന്നു. ശിവശിവ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ ശിവശിവ ശിവശിവ.